Okay, next ratio is capital gearing ratio. This is one of the important ratios used to analyze the capital structure of a company. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീവറേജ് റേഷ്യോസ് ആണ്. ലീവറേജ് റേഷ്യോസിൽ സ്ട്രക്ചറൽ റേഷ്യോസ് ഉണ്ട്, അതുപോലെ തന്നെ കവറേജ് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസെറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവെൻസി റേഷ്യോ, അതുപോലെ തന്നെ ഫിക്സഡ് അസെറ്റ് റേഷ്യോ, അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് റേഷ്യോ ആണ് capital gearing ratio. The term capital gearing or leverage refers to the proportion between fixed income bearing funds and equity shareholders fund. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി ലീവറേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിൽ നമ്മൾ ലീവറേജ് എന്ന് പറയുമ്പം മോർ ഡെപ്റ്റ് യൂസിങ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരിക. ക്യാപിറ്റൽ മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് മോർ ഡെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. So, the term capital gearing or leverage refers to the proportion between fixed income bearing funds and equity shareholders fund. Equity shareholders ഫണ്ടും അതുപോലെ തന്നെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മേജറായിട്ട് വരുന്ന രണ്ട് കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഓണേഴ്സ് ഫണ്ടിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓൺലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ദെൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ അവർക്കുള്ള ഇൻകം എന്നുള്ളത് എന്തായിരിക്കും? ഫിക്സഡ് ഇൻകം ആയിരിക്കും. അതായത് ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ, ലോങ് ടേം ലോൺസിൻ്റെ കേസിൽ, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ എന്തായിരിക്കും? അതൊരു ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പാരിസൺ മേക്കുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ മേക്ക് ദ പ്രൊപ്പോർഷൻ ഓർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്നുള്ള ഐറ്റംസിൽ നമ്മൾ സാധാരണ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പം ടോട്ടൽ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിഫറൻറ്റ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഈ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ കോമ്പോണൻസ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഒന്ന് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ഇൻക്ലൂഡ് ഡിബഞ്ചേഴ്സ്, അതർ ലോങ് ടേം ലോൺസ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു വൈൻഡിങ് അപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ വൈൻഡിങ് അപ്പിൻ്റെയൊക്കെ സമയത്ത് ഓണേഴ്സിന് എപ്പോഴും ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അവിടെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളതും കൂടി കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഫിക്സഡ് ഇൻകം, അതായത് ഇപ്പോൾ നമ്മളിപ്പം ഒരു ബിസിനസ്സിന് പിന്നെ ഡിവിഡൻഡ് കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം, ദെൻ ലോൺസോ അതുപോലെ തന്നെ ഡിബഞ്ചറൊക്കെ ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പം ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും ലോങ് ടേം ലോൺസിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റും കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റാണ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്സാണ്. അതായത് വോട്ടിംഗ് റൈറ്റ് ആർക്കേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിനെയും ഒരു ബിസിനസ്സിലെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് കൊടുക്കുന്ന സമയത്ത് സാധാരണ ഡിബഞ്ചറും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ നമ്മൾ പിന്നെ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് 6% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഡിബഞ്ചർ, അല്ലെങ്കിൽ 10% ഡിബഞ്ചർ. അതായത് ഡിബഞ്ചറിന് നമ്മൾ ഓരോ ഡേറ്റിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെയാണ് നമ്മൾ ആ ഫസ്റ്റ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് ഫ്രണ്ടിലായിട്ട് 10% ഇൻട്രസ്റ്റ്, 6% ഇൻട്രസ്റ്റ്, അതായത് 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് കൊടുക്കുന്നത് ഈ റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഫിക്സഡ് ആണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ആണ്.
അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ബിസിനസ്സിൽ നിന്നൊരു ഫിക്സഡ് ഇൻകം അവർ അറ്റേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. പ്രോഫിറ്റ് കിട്ടുന്നതിൽ ഈ ലോങ് ടേം ലോൺസിലേക്കുള്ള ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള അവരുടെ പോർഷൻ ഡിവിഡൻറ്റും കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഷെയർ ചെയ്തെടുക്കുകയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ചെയ്യുക. അപ്പോൾ അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഡിബെഞ്ചർ ഹോൾഡേഴ്സും ലോങ് ടേം ലോണിൻ്റെ കേസിലൊക്കെ അവർക്ക് എന്തുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഒരു ഫിക്സഡ് ഇൻകം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കൂടെ എന്തിലേക്ക് കൂട്ടുന്നത്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്നുള്ളതിലേക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൂടി വരുന്നത്. ഓക്കെ, ദെൻ നോക്കുക. അപ്പം ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സിനകത്ത് ഡിബെഞ്ചേഴ്സ് വരും, അതർ ലോങ് ടേം ലോൺസ്, ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇക്വിറ്റി ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ദാറ്റ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവിടെ നമ്മളെന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലും വരും. പിന്നെ ബിസിനസ്സിൻ്റെ റിസർവ്സും സർപ്ലസും ഒക്കെ ആർക്കുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതേപോലെ തന്നെ പിന്നെ ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ് വരും. ഓക്കെ, ഞാൻ താഴെ എഴുതിയത് നോക്കുക. പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ്? ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പേരിൽ തന്നെ ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് അവർക്ക് എന്തുണ്ടാവും? ഒരു പ്രിഫറൻസ് ഉണ്ടാവും. അവർക്കൊരു സർട്ടൺ പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കും എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും കമ്പനിക്ക്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ്, അവർ സർട്ടൺ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് അക്വയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈൽ ഡിബെഞ്ചേഴ്സ് ആൻഡ് അതർ ലോങ് ടേം ലോൺസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ ലോങ് ടേം ലോൺസും ഡിബെഞ്ചേഴ്സിനും നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്. ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സഡ് അല്ല. അതായത് ഇപ്പം ഇന്ന ടൈമിനകത്ത് ഇത്ര പീരീഡിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കുമെന്ന് ഒരിക്കലും പറയില്ല. ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഉണ്ടാവും. ഇൻ കേസ് ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഉള്ളത് ആർക്കാണ് കൊടുക്കുക? ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ലോങ് ടേം ലോൺസിനുള്ള ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്, അവർക്ക് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുൻപേ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ള സർട്ടൺ എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരിക്കുക. അതുകൊണ്ട് അവിടെ എന്താണ്, അവിടെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആര് അക്വയർ ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതായിട്ട് നമ്മൾ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബെഞ്ചർ പ്ലസ് ലോങ് ടേം ലോൺസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എന്താ ഒരു ഈ ഒരു ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുക്കുന്നത്. wherein debenture and preference share capital are amounted to ₹90,000 and equity shareholders funds are ₹1,20,000. Then the capital gearing ratio is equal to in fixed income bearing funds 90,000 ആണ്. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബെഞ്ചർ 90,000 ആണ്, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1,20,000. അപ്പോൾ ഇവിടെ ഒരു പ്രൊപ്പോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എത്രയാണ്, 0.75:1 ആണ്. ദാറ്റ് മീൻസ് പിന്നെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എത്രയേ ഉള്ളൂ, 0.75 ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കൂടുതൽ, 1,20,000. ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലോ ഗിയേർഡ് ആണ്. ഇവിടെ പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോ ഗിയേർഡ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കൂടുതൽ വരുന്നത്. ഇവിടെ എന്താണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് എന്താണ് കുറവാണ്. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കൂടുതൽ വരുന്നത്. നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനി വുഡ് ബി ഹൈലി ഗിയേർഡ് ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് ഈസ് ഹൈ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബെഞ്ചറും കൂടുതലാണെങ്കിൽ ഹൈലി ഗിയേർഡ് ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം.
ഇൻ കേസ് നേരെ ഓപ്പോസിറ്റ് ഇക്വിറ്റി പിന്നെ ഈ ഷെയർ ക്യാപിറ്റൽ കൂടുതലും പ്രിഫറൻസ് ആൻഡ് ഡിബെഞ്ചർ കുറവുമാണെങ്കിൽ അവിടെ ലോ ഗിയേർഡാണ് കമ്പനിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം വരുന്നത്. എത്രയാണ്? 90,000 എന്ത് വരുന്നുള്ളൂ? ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് അവിടെ എങ്ങനെയാണ് പിന്നെ കൂടുതലാണ് പറയുന്നത്, 1,20,000 ഉണ്ട്. ദാറ്റ് മീൻസ് പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടുതലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൂടുതലും നമ്മളുടെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് കുറവുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ലോ ഗിയറിംഗ് കമ്പനിയാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ.